ബറേലി കടുത്ത ഭീതിയിലും ഞെട്ടലിലുമാണ്. ഐ ലവ് മുഹമ്മദ് ബാനറിനെ ചൊല്ലി ഉത്തർപ്രദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം 5 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നഗരം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നില്ല. കനത്ത പോലീസ് സന്നാഹത്തിന് കീഴിൽ മാർക്കറ്റുകൾ വിജനമായി. ഉപഭോക്താക്കളില്ലാതെ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. ഓൾഡ് സിറ്റിയിലെയും നവമഹല മസ്ജിദിനടുത്തുള്ള പ്രദേശങ്ങളിലെയും വീടുകൾ പലതും അടച്ചിട്ടിരിക്കുന്നു. ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വീടുകൾ പൊളിച്ചു നീക്കാനുള്ള നീക്കം നിർത്തലാക്കണമെന്ന് ഭരണകൂടത്തോട് കരഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സംഘർഷങ്ങളുടെ എല്ലാം മൂലകാരണം ഒരു ബാനറാണ്. സെപ്റ്റംബർ 4-ന് കാൺപൂരിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ഒരു ബാനറാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് വഴി തുറന്നത്. എന്നാൽ നിയമ നടപടികളും ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളും കാരണം ഈ ക്യാമ്പയിൻ ഉദ്ദേശിച്ച രീതിയിൽ വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാൺപൂരിൽ ബാനർ സ്ഥാപിച്ച ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് 24 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കടുത്ത നടപടി പ്രചാരകരിൽ ഭയം സൃഷ്ടിച്ചു. കൂടാതെ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ക്യാമ്പയിൻ വ്യാപിച്ചപ്പോൾ ബാനറുകൾക്കെതിരെ പോലീസ് കർശന നടപടി ആരംഭിച്ചു. ഇതെല്ലാം ക്യാമ്പയിന്റെ നേതൃനിരയെ ദുർബലപ്പെടുത്തുകയും രാജ്യവ്യാപകമായി അത് ശക്തിപ്പെടുത്തുന്നതിനെ തടയുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് ബറേലിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ സംഘർഷങ്ങളെ തുടർന്ന് അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 82ആയി ഉയർന്നു. സംഘർഷങ്ങളുടെ സൂത്രധാരൻ എന്ന് പോലീസ് ആരോപിക്കുന്ന IMC മേധാവി മൗലാന തൗഖീർ ഖാൻ അറസ്റ്റിലായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ 9 അനുയായികളെ കൂടെ പോലീസ് വലയിലാക്കിയിരിക്കുന്നു. ഇതിൽ 2 പേരെയാണ് പോലീസ് വെടിവെച്ച് വീഴ്ത്തിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഷാജഹാൻപൂർ സ്വദേശികളായ മുഹമ്മദ് ഇദ്രീസിനും ഇക്ബാലിനുമാണ് ഏറ്റുമുട്ടലിൽ കാലിൽ വെടിയേറ്റത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ തിരിച്ചടിച്ചതാണെന്നാണ് SP അനുരാഗ് ആര്യയുടെ വിശദീകരണം. അറസ്റ്റിലായവരുടെ കുടുംബങ്ങൾ കടുത്ത ഭീതിയിലാണ്. മൊയ്യീൻ, മുബീന എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾ അറസ്റ്റിലായവരെ കാണാൻ പോലും അനുമതിയില്ലാതെ ദുരിതത്തിലാണ്. IMC നേതാക്കളുടെ വീടുകൾ പൊളിച്ചു നീക്കാനുള്ള നീക്കം ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. ഈ സർക്കാർ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നും വിഷയം ആളിക്കത്തിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും UP കോൺഗ്രസ് മേധാവി അജയ് റൈ തുറന്നടിച്ചു. ബറേലിയിലേക്ക് വരാനിരുന്ന കോൺഗ്രസ് MP ഇമ്രാൻ മസൂദിനെ വീട്ടുതടങ്കലിലാക്കിയതും വലിയ വിവാദമായി. താനും SP നേതാവ് ഷാനവാസ് ഖാനും സമാധാനം ഉണ്ടാക്കാനാണ് പോയതെന്നും സാഹചര്യം ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മസൂദ് പ്രതികരിച്ചു. ഇതിനിടെ IMC മേധാവിയായ തൗഖീർ ഖാനെ വിമർശിച്ചുകൊണ്ട് മസൂദ് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായി. പള്ളികൾ ആരാധനാലയങ്ങളാണ്, രാഷ്ട്രീയ അജണ്ടകൾ കൊണ്ടുപോകാനുള്ള വേദിയല്ല എന്ന് മസൂദ് തുറന്നടിച്ചു. പ്രക്ഷോഭം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി തുടരുമെന്നും സംഭവത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ബറേലി SP അനുരാഗ് ആര്യ വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളും നിരന്തരമായ അറസ്റ്റുകളും കുടുംബങ്ങളുടെ ഭയവും ചേർന്ന് ബറേലിയെ അക്ഷരാർത്ഥത്തിൽ ഭീതിയുടെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്.